പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനുമായ ഇമ്രാൻഖാന്റെ ഭാവി ഇപ്പോൾ തൂക്കുമരത്തിലാണ്. അൽ ഖാദർ ട്രസ്റ്റ് കേസിൽ ഇമ്രാൻഖാൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. വെറുമൊരു കോടതി വിധിയല്ല ഇത്. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ജയിലിനുള്ളിൽ കഴിയുന്ന ഇമ്രാൻഖാന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം നിയമക്കുരുക്കുകൾ മുറുകുകയാണ്. അതോ മെയ് 7-ന് നടക്കാൻ പോകുന്ന അപ്പീൽ കേസിൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ഇസ്ലാമാബാദ് ഹൈക്കോടതിയാണ് ഇമ്രാൻഖാന്റെ അപേക്ഷ തള്ളിയത്. അൽ ഖാദർ ട്രസ്റ്റ് കേസിൽ തനിക്കെതിരെയുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ചീഫ് ജസ്റ്റിസ് ആമിർ ഫാറൂഖ് അധ്യക്ഷനായ ബെഞ്ച് ഇത് അനുവദിച്ചില്ല. കോടതി പറഞ്ഞത് ലളിതമാണ്, നിയമപരമായ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ. ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലേ എന്തുകൊണ്ടാണ് ഇമ്രാൻ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഏകദേശം 190 മില്യൺ പൗണ്ടിന്റെ അഴിമതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നത്. ബ്രിട്ടനിലെ നാഷണൽ ക്രൈം ഏജൻസി കണ്ടുകെട്ടിയ പണം തിരികെ പാകിസ്ഥാനിലേക്ക് എത്തിച്ചപ്പോൾ അത് ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കുമെതിരെയുള്ള കുറ്റം. ഇതിന് പകരമായി ജലൂം എന്ന സ്ഥലത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ഇവർക്ക് ഭൂമി ലഭിച്ചു എന്നാണ് നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ വാദിക്കുന്നത്. ഇവിടെയാണ് കളി മാറുന്നത്. ഇമ്രാൻഖാൻ ജയിലിലായതിനു ശേഷം പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് PTI എന്ന പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഇമ്രാന്റെ ജനപ്രീതിക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. തന്റെ ജയിൽവാസം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ സൈന്യവും നിലവിലെ സർക്കാരും ചേർന്ന് നടത്തുന്ന നാടകമാണ് എന്നുമാണ് ഇമ്രാൻഖാൻ ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 7-ലേക്ക് ഈ കേസിന്റെ അപ്പീൽ മാറ്റിയിരിക്കുകയാണ്. ഈ മെയ് 7 എന്നത് ഇമ്രാൻഖാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന് കോടതി സ്വീകരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത 10 വർഷത്തെ വിധി നിശ്ചയിക്കും. ഇമ്രാന് അനുകൂലമായ വിധി വന്നാൽ അത് പാകിസ്ഥാൻ സർക്കാരിനെ വിറപ്പിക്കും. നേരെ തിരിച്ചാണെങ്കിൽ ഇമ്രാന്റെ രാഷ്ട്രീയ ജീവിതം അനിശ്ചിതത്വത്തിലാകും. ഇനി നമുക്ക് അല്പം ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് നോക്കാം. ഇമ്രാൻഖാൻ പുറത്താക്കപ്പെട്ടത് മുതൽ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. IMFന്റെ കടത്തിന് പിന്നാലെ പോകുന്ന ഒരു രാജ്യം, മറുവശത്ത് ശക്തമായ ജനരോഷം നേരിടുന്ന ഒരു സർക്കാർ. ഇമ്രാൻഖാൻ ജയിലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇപ്പോഴും ജനങ്ങളിലെത്തുന്നുണ്ട്. അൽ ഖാദർ കേസ് കൂടാതെ തോഷാഖാന കേസ്, സൈഫ കേസ് എന്നിങ്ങനെ നിരവധി കേസുകൾ ഇദ്ദേഹത്തിന് മേലുണ്ട്. ഇതിലൊക്കെ ജാമ്യം ലഭിച്ചാലും അൽ ഖാദർ കേസ് എന്നത് ഹൈ പ്രൊഫൈൽ കറപ്ഷൻ ആയതിനാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. മെയ് 7-ലെ വാദം കേൾക്കുന്നതിനായിട്ട് ഇസ്ലാമാബാദ് ഹൈക്കോടതി പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ അഡിയാല ജയിലിൽ വെച്ച് തന്നെയാണോ വാദം കേൾക്കുക, അതോ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇമ്രാൻഖാൻ ഇപ്പോൾ പയറ്റുന്നത് ഒരു വിക്ടിം കാർഡ് തന്ത്രമാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഈ പറയുന്നതിനെയൊക്കെ തള്ളിക്കളയുകയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ വാദം. പക്ഷേ സാധാരണക്കാരായ പാകിസ്ഥാനികൾ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഇമ്രാൻഖാൻ ഇല്ലാതെ പാകിസ്ഥാനിൽ ഒരു സുസ്ഥിരമായ സർക്കാർ ഉണ്ടാകുമോ? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അൽ ഖാദർ ട്രസ്റ്റ് കേസ് വെറും ഒരു അഴിമതി കഥയല്ല. ഇത് ഇമ്രാൻഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മെയ് 7-ന് പാകിസ്ഥാൻ വീണ്ടും കത്തുമോ, അതോ നിയമം അതിന്റെ നീതി നടപ്പിലാക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.